കർണാടക മൈസൂർ രാജ്യത്തിലെ മൈസൂർ സ്റ്റേറ്റിലുള്ള എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോഴറിയാം, സൗത്ത് സ്റ്റേറ്റിലുള്ള എല്ലാ ആന്ധ്ര, കേരള, അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട്, തെലുങ്കാന എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റിലെ വിവിധ സാധനങ്ങളും വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്റ്റാൾ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ മൈസൂർ ഫ്ലവർ ഷോയുടെ 2004 വർഷത്തിലെ ഭാഗമായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷോ മൈസൂർ സംസ്ഥാനത്തിൻ്റെ അഭിമാനം എടുത്തു കാട്ടുന്നൊരു ഷോ കൂടിയാണ്. പ്രത്യേകിച്ച് ഫ്ലവറുകളെ അതായത് ഫ്ലവറിങ്സ് വിവിധ രീതിയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ എക്സിബിറ്റ് കൊണ്ടിരിക്കുന്ന ഒരു കഴിവ് അത് കർണാടക രാജ്യത്തിന് സെപ്പറേറ്റ് തന്നെ ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷങ്ങളായിട്ട് ഈ രാജ്യത്ത് ഫ്ലവർ ഷോ നടക്കുന്നതിൽ കർണാടക രാജ്യം പലപ്പോഴും 1-2 സ്ഥാനങ്ങളൊക്കെ നേടാറുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ ചില്ലിട്ട ഒരു ആർട്ട് ഗാലറിക്കുള്ളിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ കർണാടക രാജ്യത്തിൻ്റെ വിധാൻ സൗദയും അതുപോലെ തന്നെ ഫ്ലവർ കൊണ്ടുള്ള വിവിധ രൂപങ്ങളും അവർ ഒരുക്കിയിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം. എല്ലാം ഫ്ലവർ കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള പൂക്കൾ, ഓർക്കിഡുകൾ, ഇൻറ്റേർണൽ ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഇതെല്ലാം അവർ എങ്ങനെയാണ് ഒരുക്കി ഇത്രമാത്രം നല്ല രീതിയിൽ, അതിലും മനുഷ്യരൂപങ്ങൾ വരെ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യരൂപങ്ങൾ വരെ ഇത്തരം ഒരു നിർമ്മിതിക്കകത്ത് പൂക്കൾ കൊണ്ട് മനുഷ്യന്മാരെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പതാക, അതുപോലെ തന്നെ വിവിധ കളറുകളിലുള്ള ചെടികൾ, പൂക്കൾ, അതെല്ലാം ഒരേ സമയത്ത് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്ന സമയത്ത് തന്നെ ഇതിനെ പൂത്ത് അല്ലെങ്കിൽ പുഷ്പിപ്പിച്ച് എടുത്ത് എന്നുള്ളതാണ് ആ ഒരു ആർട്ട് ഗാലറിക്കുള്ളിൽ പെട്ടെന്ന് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാവുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പതാകയൊക്കെ വളരെ മനോഹരമാണ് ആ ഒരു ഫ്ലവർ കൊണ്ടുള്ളതൊക്കെ കാണാൻ. അതുപോലെ തന്നെ വിവിധ ചെടികൾ, വിവിധ പുഷ്പങ്ങൾ, ഇതൊക്കെ എങ്ങനെ അവർ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അത് കർണാടക ഗവൺമെൻറ്റിലെ ഗാർഡനിങ് സെക്ഷനിലെ ടെക്നീഷ്യന്മാർ അത്രയും എന്താ പറയുക ജോലി ചെയ്തു തന്നെയാണ് അതിനെ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. വിവിധ മണ്ഡപങ്ങൾ, അതിനകത്തുള്ള വിവിധ ജനങ്ങളിരിക്കുന്ന രൂപങ്ങൾ, അതൊക്കെ പിന്നെ ചില്ലു ഗാലറിക്കകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മടുക്കൂല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു രൂപം നമുക്ക് കുട്ടികൾക്ക്, വലിയവർക്ക്, അതുപോലെ തന്നെ എല്ലാവർക്കും വൈകുന്നേരത്ത് എത്തിപ്പെടാൻ പറ്റാവുന്ന മൈസൂർ സിറ്റിക്കുള്ളിലെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് 2024 ഫ്ലവർ ഷോ നടത്തിയതിലൂടെ ഇവിടെ വന്നിട്ടുള്ളത്. ഭയങ്കര തിരക്കാണ്. നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത് നമുക്ക് ആ ജനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും ജനങ്ങൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഗവേഷണ വിദ്യാർത്ഥികൾ, പ്ലാന്റ്സിനെ, ഫ്ലവറിനെ കുറിച്ച് പഠിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ ഈ ഒരു ഷോയ്ക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെ കാണാൻ പറ്റും. കർണാടക പോലീസിന് വരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് തന്നെ ഈ ഒരു ഷോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഷോയുടെ വിവിധ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുവന്ന പൂവിൻ്റെ ആ ഒരു മനോഹാരിത, അതുപോലെ തന്നെ യുലീപ്പ് ചെടികൾ, അതുപോലെ തന്നെ മറ്റുള്ള വെൽവെറ്റ് ചെടികൾ, ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ വളരെ മനോഹരമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ അവർ ഫ്ലവർ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലവർ കൊണ്ട് തന്നെ ഉണ്ടാക്കി ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കർണാടക രാജ്യത്തിലെ ഈ ഒരു പ്രദർശനം അവർ ഏറ്റവും കൂടുതൽ അവിടെയുള്ള ജനങ്ങളുടെ, മൈസൂരിലെ ജനങ്ങളുടെ ഒരു സഹകരണം കൊണ്ടും കൂടിയാണ് അവർക്ക് ഇങ്ങനെ ഒരു ഷോ ഇവിടെ നടത്താൻ പറ്റിയിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു ഷോയാണ് ഈ 2024 അവസാന പാദത്തിലെ ഏറ്റവും നല്ല ഒരു ഷോ തന്നെയാണ് മൈസൂരിലെ ഫ്ലവർ ഷോ ഇപ്പോൾ മൈസൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഇപ്പം പുറമേ കാണുന്ന ചെടികളൊക്കെ വളരെ മനോഹരമായിട്ട് എല്ലാം ഒരേ സമയത്ത് ഫ്ലവറിങ് അല്ലെങ്കിൽ പൂക്കൾ വരുന്നൊരു സമയം നോക്കി തന്നെ അവർ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തേരാണ് നിങ്ങൾ കണ്ടത് ഫ്ലവർ കൊണ്ടുള്ള. അതിൽ നല്ലൊരു പിന്നെ അട്രാക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നന്ദികേശൻ്റെ ഫ്ലവർ കൊണ്ടുള്ള നന്ദികേശൻ്റെ രൂപം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വളരെ ഒരു നല്ല രൂപം തന്നെയാണ്. അതുപോലെ തന്നെ വിവിധ ഔട്ട്ഡോർ പ്ലാന്റ്സുകളുടെ ഒരു കമനീയമായ ശേഖരം തന്നെ അവരോട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അറിയാം, നന്ദികേശൻ ഒരു പശുവിൻ്റെ വലിയ രൂപം അവർ വിവിധ ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചുണ്ടാക്കിയിരിക്കുകയാണ്.
എത്ര മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ ക്യാമറയ്ക്കകത്തുനിന്ന് അതിൻ്റെ മനോഹാരിത മുഴുവനായിട്ട് നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഏറ്റവും വളരെ ഒരു നല്ല രൂപമായിട്ട് ഇതിനെ നോക്കിക്കാണാൻ പറ്റും ഇങ്ങനെ നേരിട്ട് വരികയാണെങ്കിൽ. അതുപോലെ തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല 2024 ഒരു ഷോ അത് ഇത് തന്നെയാണെന്നുള്ള നിസ്സംശയം പറയാൻ പറ്റും. വിവിധ ചെടികളാണ് അവരവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നന്ദികേശൻ്റെ രൂപം തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. വളരെ നല്ല ഒരു ഷോ തന്നെയാണ് ഈ വർഷം ഇവർ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കുള്ള റൈഡ്, വിവിധ ഭക്ഷണശാലകൾ, വിവിധ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വിവിധ കലാരൂപങ്ങൾ, അതെല്ലാം ആ ഒരു പൂക്കളെ കൊണ്ടുള്ള ഊഞ്ഞാലുണ്ട്. അതുപോലെ തന്നെ നന്ദികേശൻ്റെ രൂപം, അതുപോലെ തന്നെ ഈ വിവിധ ഫ്ലവറുകൾ തന്നെ നമുക്ക് കണ്ണിന് വളരെ താല്പര്യം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള മറ്റ് ചെടികളെ കൊണ്ടുള്ള രൂപങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ കർണാടക രാജ്യത്തിൻ്റെ ഒരു മാപ്പ് അവർ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുകയാണ്. 2 ആനകളെ നടുക്കിൽ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് 2 ആനകളെ സ്ഥാപിച്ചുകൊണ്ട് നമുക്കിവിടെ കർണാടക രാജ്യത്തിൻ്റെ ഒരു മാപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലൊരു രൂപം തന്നെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ 2 ആനകളെ നിങ്ങൾ കണ്ടല്ലോ, വളരെ വളരെ നല്ല കണ്ണിന് ഇമ്പമായിട്ടുള്ള നല്ല കാഴ്ചകൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ, കർണാടക രാജ്യത്തിൻ്റെ മാപ്പ് അവർ ചെയ്തതിലൂടെ തന്നെ എത്രയോ കാണികൾ ഇത് അഭിനന്ദിച്ചുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ നന്നായി എന്നുള്ള അഭിപ്രായം തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും ഒരു കർണാടക രാജ്യത്തിൻ്റെ ഒരു സ്മാരക രൂപം, അതുപോലെ തന്നെ വേൾഡ് ക്രിക്കറ്റിലെ ഒരു ട്രോഫി, അതെല്ലാം ഫ്ലവറിൽ അവർ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്റ്റേജ് ഡെക്കറേഷൻസ്, അതുപോലെ ചെടികളെ കൊണ്ടുള്ള മൃഗരൂപങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. എന്നാലും ഒരു ചെറിയ സമയത്തിനകത്തും അതുപോലെ തന്നെ രാത്രി ആയതിനാലും കൂടുതൽ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ഗെയിമുകൾ, അവർക്ക് വേണ്ട ബലൂണുകൾ, അതുപോലെ തന്നെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണശാലകൾ, അതുപോലെ തന്നെ ആകാശ തൊട്ടി, അതുപോലെ തന്നെ വിവിധ റൈഡുകളൊക്കെ നമുക്ക് എങ്ങനെ പറഞ്ഞാലും നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അവർ കർണാടക ഗവൺമെൻറ് ഫ്ലവർ ഷോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള എൻജോയ്മെൻറ്റ് റൈഡുകൾ സെപ്പറേറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയാതെ വയ്യ. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ ഒരു അട്രാക്റ്റീവ്സ് ആയിട്ട് ഞാൻ പറഞ്ഞു ആകാശത്തൊട്ടി, ഒരു കപ്പൽ പോലെയുള്ള സാധനം അങ്ങനെ ആകാശത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ വിവിധ ഭക്ഷണങ്ങൾ, കർണാടകയിൽ മാത്രം കിട്ടുന്ന ചില ഭക്ഷണങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതും വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാത്തരം ജനങ്ങൾക്കും ഇവിടെ വൈകുന്നേരം ഈ ഒരു ഫ്ലവർ ഷോ ഉള്ളത് കൊണ്ട് തന്നെ വൈകുന്നേര സമയത്ത് ഇവിടെ വളരെ എൻജോയ്മെൻറ്റിന് എത്തിപ്പെടാൻ പറ്റും. അത് അഭൂതപൂർവമായ ഒരു തിരക്കിലേക്കാണ് കലാശിച്ചത് എന്നുള്ളത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ നോക്കൂ, ഒരു ലൗച്ചിന് ഒരു ഫ്ലവർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന രൂപം വളരെ അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിവിധ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ പോയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും നല്ല ആകാശരൂപങ്ങളിൽപ്പെട്ട ചെടികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തൂക്കിയിട്ട് അതിൻ്റെ നടുവിലാണ് നമ്മൾ നടന്നിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒരു ടാങ്കിൻ്റെ രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഫ്ലവർ, വെൽവെറ്റ് ചെടികൾ വിവിധ രൂപത്തിൽ ട്യൂബ്ലൈറ്റിൻ്റെ ഇതിൽ നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഇവിടെയുള്ള വിവിധ രൂപങ്ങൾ കാണുവാൻ വേണ്ടി, അതായത് ഷഡ്പദങ്ങളുടെ വിവിധ രൂപങ്ങൾ കാണാൻ വേണ്ടി 50 രൂപ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ പറയുന്ന എക്സിബിഷൻ സെൻറ്ററിലേക്ക് കയറാം. എക്സിബിഷന് കയറാൻ വേണ്ടി മാത്രം നമുക്ക് 50 രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഷഡ്പദങ്ങളുടെ രൂപങ്ങൾ കാണാൻ നമുക്ക് സെപ്പറേറ്റ് 50 രൂപ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഇവിടെ വരുമ്പോൾ. അതിൽ നമ്മൾ ഷഡ്പദങ്ങൾ, തുമ്പി, ചേരട്ട, അതുപോലെ തന്നെ തേള്, അതുപോലെ തന്നെ മറ്റുള്ള ജീവികളെ, ഷഡ്പദങ്ങളുടെ വിവിധ മാതൃകകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കടന്നൽ, തേനീച്ച, അങ്ങനെയുള്ള ഒരുപാട് ഷഡ്പദങ്ങൾ, വണ്ട്, അതൊക്കെ ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് സെപ്പറേറ്റ് 50 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് കാണാൻ പറ്റാവുന്നതാണ്. ഒക്കെ വളരെ നല്ല ഒരു ഷോ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷോയിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഷഡ്പദങ്ങളുടെ ഒരു സെപ്പറേറ്റ് ഷോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ഈ വർഷത്തെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ ഷോ തന്നെയാണെന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് അഭൂതപൂർവമായ തിരക്കും ഇപ്പോൾ മൈസൂരിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
മാത്രമല്ല ഈ ഒരു ഷഡ്പഥങ്ങളുടെ ഷോ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കർണാടക സ്റ്റേറ്റിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടൊരു സമ്മാന പദ്ധതി അവർ നടത്തുന്നുണ്ട്. ഇതെല്ലാം നോക്കുന്ന സമയത്ത് കർണാടക ഗവൺമെൻറ് ഈ ഫ്ലവർ ഷോയോടൊപ്പം തന്നെ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഫ്ലവർ ഷോയോടൊപ്പം തന്നെ ഈ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഷോ ഏർപ്പെടുത്തിയതിലൂടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ശ്രമം ഇവിടെ വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കൊറോണയ്ക്ക് ശേഷം കർണാടക ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഫ്ലവർ ഷോ ആണ് ഇപ്പോൾ മൈസൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ദൂരീകരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയ്ക്ക് അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നതോടുകൂടെ തന്നെ നമുക്ക് എൻട്രി വരുന്ന ഭാഗവും അതുപോലെ തന്നെ എക്സിറ്റ് വരുന്ന ഭാഗവും രണ്ട് ഭാഗത്ത് തന്നെയാണ് വരുന്നത്.